നോക്ക്, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ വരും. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ പരിചയപ്പെടുത്തിയത് കുല്ലുബിൻ ആദമുൻ ഖത്താഉൻ, ആദം സന്തതികൾ മുഴുവൻ തെറ്റുകാരാണ് എന്നാണ്. എന്നിരുന്നാലും നമ്മുടെ ജീവിതത്തിൽ വരുന്ന തെറ്റുകളെ നമ്മളൊന്ന് പരിശോധിക്കണം. അതിനെക്കുറിച്ച് നമ്മൾ ആഴത്തിൽ അറിയണം. നമ്മുടെ ജീവിതത്തിൽ വരുന്ന തെറ്റുകൾ, അതിനെ നമ്മൾ മനസ്സിലാക്കി ആ തെറ്റുകളെ തിരുത്താനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്നാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുന്ന തെറ്റുകളിൽ അവൻ്റെ ഹൃദയത്തിനകത്ത് വരുന്ന ഒരു തെറ്റുണ്ട്. മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു ഒരു ബൈത്ത് രൂപത്തിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇജ്തമഅൽ ആഫാതു ഫൽ ബഖുലു ശർറുഹ. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ്റെ കൽബിൽ വരുന്ന ഏറ്റവും വലിയൊരു തെറ്റ്, അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഷർറായി വരുന്ന അവനക്കുള്ള ആ ഒരു തെറ്റ്, അത് പിശുക്കാണ്, പിശുക്ക് കാണിക്കലാണ് എന്ന് മഹാനവറുകൾ പറയുന്നുണ്ട്. വീണ്ടും അവിടുന്ന് പറയുന്നുണ്ട്, വശർറു മിനൽ ബുഖലി അൽ മവാഇദു വൽ മത്വനി. മഹാനവറുകൾ പറയാണ്, പിശുക്കിനേക്കാൾ ഏറ്റവും വലിയ ഷർറായത് ആ ഒരു മനുഷ്യന് ഒരു വാക്ക് കൊടുത്തിട്ട് ആ വാക്ക് പാലിക്കാതിരിക്കലാണ് എന്നും പറയുന്നുണ്ട്. വാക്ക് പാലിക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ ഒരാളോട് പറയാണ്, ഞാൻ നിനക്കത് തരാമെന്ന് പറയാം. തരാമെന്ന് പറയുമ്പോൾ പിന്നെ അത് കൊടുക്കാതിരിക്കാം. അല്ലെങ്കിൽ ഞാൻ ഇന്ന ദിവസം ഇന്ന സ്ഥലത്തേക്ക് ഞാൻ വരട്ടോ, അവിടേക്ക് വരണം എന്ന് പറയാം. അത് മറ്റോ അതുണ്ടാകും, നമ്മൾ പോയിട്ടുണ്ടാവില്ല. ഇങ്ങനെയുള്ള ഒരു സംഭവം. അതുപോലെ തന്നെ നമ്മൾ പറയാം, ഞാൻ നാളെ നിനക്കത് തരൂട്ടോ, അല്ലെങ്കിൽ നാളെ നമുക്കത് ചെയ്യട്ടോ. എന്നിട്ട് ആ മനുഷ്യൻ നിസാര കാര്യങ്ങളെ കൊണ്ട് ഒരു കാരണവുമില്ലാതെ ആ മനുഷ്യന് വരാതിരിക്കുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. ഇനി ഒരാൾക്ക് തക്കതായിട്ടുള്ള കാരണം ഉണ്ടെങ്കിൽ അത് കാരണം ഉണ്ടല്ലോ, അത് ഇതിൽ പെടുന്നില്ല. അലി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുന്ന കാര്യം അതാണ്. ആവശ്യമില്ലാതെ ഒരാൾ തിരക്കഭിനയിച്ചിട്ട് അല്ലെങ്കിൽ നിസാരവൽക്കരിച്ചിട്ട് ആ പറഞ്ഞ കാര്യത്തെ വേണ്ട രൂപത്തിൽ പറയാതിരിക്കുക. അതാണ് പിശുക്കിനേക്കാൾ ഏറ്റവും വലിയ ഷർറ് എന്ന് മഹാനവറുകൾ പറയണേ. എന്നിട്ട് പറയുന്നുണ്ട്, വലാ ഖൈറ ഫീ വഅദിൻ ഇദാ കാന കാദിബൻ. ആ ഒരു മനുഷ്യന് ആ ഒരു കാര്യത്തിൽ ആ ഒരു പറഞ്ഞ കാര്യങ്ങൾ അത് പൂർത്തിയാക്കിയിട്ടില്ല എങ്കിൽ ആ പറയുന്ന കാര്യത്തിൽ യാതൊരു നന്മയുമില്ല. ഒരു നന്മയും അതിൽ നിന്ന് നമുക്ക് നേടാൻ കഴിയുന്നില്ല. വലാ ഖൈറ ഫീ ഖൗലിൻ ഇദാ ലം യകുൻ ഫിഅലുൻ. ഒരു മനുഷ്യൻ്റെ പ്രവർത്തനത്തിൽ ആ ഒരു അവൻ പറഞ്ഞ കാര്യങ്ങളിൽ അവൻ്റെ പ്രവർത്തനത്തിൽ ഒരു നന്മയുമില്ലാത്ത പ്രവർത്തനം എന്ന് പറയുന്നത് അവൻ ഒരു വാക്ക് പറഞ്ഞിട്ട് ആ വാക്ക് പാലിക്കാത്ത കാര്യമാണ് എന്നാണ്. അപ്പം നമ്മൾ വാക്ക് പറയുന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്ന കാര്യമായിരിക്കണം നമ്മൾ പറയേണ്ടത്. ഒരു കാര്യം നമ്മൾ ചെയ്യാൻ കഴിയാത്തത് അല്ലെങ്കിൽ ചെയ്യാൻ സാധിക്കാത്തത്, ചെയ്യാൻ താല്പര്യമില്ലാത്തത് ഒരു പായ്വാക്ക് പോലെ നമ്മൾ ഒരിക്കലും പറഞ്ഞിടാൻ പാടില്ല. അപ്പോൾ അതാണ് പറഞ്ഞത്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ നമ്മൾ പറയാൻ പാടുള്ളൂ. പിശുക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മൾ പറഞ്ഞ വാക്ക് നമ്മൾ പാലിക്കുന്നില്ല എങ്കിൽ അത് പാലിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ, നമ്മളെ ബന്ധപ്പെട്ട ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടത്. ഇത് ഒരു മനുഷ്യനെ വലിയ ഒരു ഷർറിലേക്ക് എത്തിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മളൊരാൾ ഒരു നന്മ ചോദിച്ചു കൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുണ്ടായിട്ടും അതില്ല എന്ന് പറയുന്നത്, അതാണ് പിശുക്ക് കാണിക്കുക എന്ന് പറഞ്ഞാൽ. ഈ പിശുക്ക് കാണിക്കുന്ന ആളുകൾ ആവശ്യമില്ലാത്ത കാര്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് സമ്പത്ത് ചെലവഴിക്കാറുണ്ട്. അങ്ങനെയുണ്ട്. പിശുക്ക് കാണിക്കുന്ന ആളുകളുടെ ഏറ്റവും വലിയ സ്വഭാവം അതാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഖൈറല്ലാത്ത മാർഗത്തിൽ കുറേ പൈസ ചിലവാക്കും. എന്നാൽ നന്മയ്ക്ക് വേണ്ടി ചിലവഴിക്കാൻ അവരാരും സമയം കണ്ടെത്തലുമില്ല, അവർ ചിലവഴിക്കാറില്ല. ഇത് ആ ഒരു ജീവിതത്തിൽ അങ്ങനത്തെ സ്വഭാവക്കാരുടെ ഒരു സ്വഭാവമാണ്. പിന്നെ നമ്മൾ പറഞ്ഞ കാര്യമാണ് പറഞ്ഞ വാക്ക് പാലിക്കുക എന്ന്, അല്ലേ? ഒരു മനുഷ്യന് നമുക്ക് അവൻ്റെ ജീവിതത്തിലെ നന്മ നമ്മൾ മനസ്സിലാക്കലും സംസാരത്തിലാണ്, വാക്കിലാണ്. അത് നമ്മൾ പറയും, ഓനോട് പറഞ്ഞിട്ട് എന്താ കാര്യം, ഓനാ പറഞ്ഞ കാര്യമൊന്നും ചെയ്യില്ല, ഓനല്ലേ പറഞ്ഞത്, അത് നടന്നത് തന്നെ. ഇത് നമ്മൾ പറയലെപ്പോഴാണ്? ആ ഒരു മനുഷ്യൻ്റെ വിശ്വസ്തത നഷ്ടപ്പെടുമ്പോഴാണ്. വാക്ക് പാലിച്ചിട്ടില്ലെങ്കിൽ ആ മനുഷ്യൻ്റെ വിശ്വസ്തത നഷ്ടപ്പെടുകയാണ്. അത് ബന്ധങ്ങളിലാകാം, കുടുംബത്തിലുള്ളവരിലാകാം, ആരിലായാലും അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല. ഒരു മനുഷ്യന് ഒരു നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരുപാട് നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ ആളുകൾ ചിലപ്പോൾ അത് കണ്ടോണ്ടെന്നില്ല. പക്ഷേ ചെറിയൊരു മൈനസ് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ ആ മൈനസ് ആയിരിക്കും ലോകം മുഴുവനും അറിയപ്പെടുന്നത്. അതുകൊണ്ടായിരിക്കും പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ അവഹേളിക്കപ്പെടുക. 1000 നന്മകൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും ആ നന്മകൾ ചിലപ്പോൾ കാണാനോ പറയാനോ ആരുണ്ടാവില്ല. പക്ഷേ ആ നന്മകൾക്കപ്പുറം ഒരൊറ്റ ചെറിയൊരു തെറ്റ് മതി, അല്ലെങ്കിൽ ഒരു വാക്ക് പറഞ്ഞത് പാലിക്കാതിരിക്കുന്ന ഒരു കാര്യം മതി,
നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആകെ നാശത്തിലേക്ക് എത്താൻ. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ മഹാനവറുകൾ പഠിപ്പിച്ചത് നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ.